നിഗമനങ്ങളുടെ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോകത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ പോലും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടി ഇടുക്കി ഡാമിനെയും തകർത്ത് 3-4 ഡാമുകൾ, ചെറിയ ഡാമുകളൊക്കെ താഴെയുണ്ട്. ഡയറക്ട് ലൈനിലല്ലാതെ 10-15 ഡാംസ് ഉണ്ട് ഇതിന്റെ അടിയിൽ. ഡയറക്ട് ലൈനിൽ 3-4 ഡാംസ് ഉണ്ട്. ഇതെല്ലാം കൂടി പൊട്ടിത്തെറിച്ച് താഴേക്ക് വന്നാല് ഇത് കടൽ താങ്ങില്ല. അതാണ്, കടൽ താങ്ങില്ല. അപ്പോ ഈ ഒരു വലിയ പ്രഷർ, ഇത്രയും കടലുകളാണ് മറ്റു കടലുകളാണ് കടലിലേക്ക് വന്ന് പതിക്കുന്നത്. അപ്പൊ ഈ വലിയ ഒരു മർദ്ദം കടലിന് താങ്ങാനാവാതെ വെള്ളം ഭൂമിയുടെ എതിർദിശയിലേക്ക് മാറി നിൽക്കുമെന്നും പിന്നീട് അത് വലിയൊരു സുനാമിയായിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടി തിരിച്ചു വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ഡെർണയിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം കടലിലേക്ക് പോയിട്ട് വലിയ സുനാമി പോലെ തിരിച്ചു വന്നിട്ട് കരയെ നക്കിത്തുടച്ചുകൊണ്ടുപോയി എന്നുള്ളതാണ് നമ്മൾ കണ്ണാലെ കണ്ട കാഴ്ച. ഇത് വളരെ പേടിപ്പെടുത്തുന്നതാണ്. അവിടെ ഇത്രയും പോപ്പുലേഷൻ ഒന്നുമില്ല. നമ്മുടെ ഈ ഡാമുകളുടെ അടിയിൽ 1.5 കോടി ജനങ്ങളുണ്ട്. പത്തനംതിട്ട മുതൽ തൃശ്ശൂർ ഡിസ്ട്രിക്ട് വരെയും 1.5 കോടി ജനങ്ങളുണ്ട്. അപ്പോ ഈ 1.5 കോടി ജനങ്ങളെയും നക്കി തുടച്ചുകൊണ്ട് പോയി ചെളി നിറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ അതാണ്. അവരാണ് അനുഭവിക്കാൻ പോകുന്നത്. ഈ മരിച്ചപ്പോ ഞാനൊക്കെ ആലുവയിലാണുള്ളത്. അപ്പോ ഞങ്ങളൊക്കെ അങ്ങ് മരിച്ചു പോയിന്നല്ലേ ഉള്ളൂ. ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി. ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താ? ഈ സംസ്ഥാനത്ത് ഇലക്ട്രിസിറ്റി ഉണ്ടാവുമോ? ഈ സംസ്ഥാനത്ത് ഫുഡ് സപ്ലൈ ഉണ്ടാവുമോ? അതായത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്കും ഗതാഗതം ഉണ്ടാവുമോ? ഈ ആളുകളൊക്കെ നമ്മൾ ചൈനയിൽ 1975 ബാൻഗിയാവോ ഡാം തകർന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. അവിടെ ഇത്രയും പോപ്പുലേഷൻ അവിടെയും ഇല്ല, ഡെർണയിലും ഇല്ല, അവിടെയും ഇല്ല. ബാൻഗിയോ ഡാമിന്റെ താഴ്വാരങ്ങളിലും ഇല്ല. എന്നിട്ട് പോലും 23,000 പേരാണ് അവിടെ ദുരന്തങ്ങൾക്ക് ശേഷം ഇതെല്ലാം പുഴുത്ത് കിടന്നിട്ട് ശവശരീരങ്ങൾ, മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ഇതെല്ലാം പുഴുത്ത് കിടന്നിട്ട് അതിൽ നിന്ന് രോഗാണുക്കൾ പുറപ്പെട്ട് സാംക്രമിക രോഗം ബാധിച്ച് മരിച്ചത് 23,000 പേരാണെന്ന് ഓർക്കണം. അപ്പോ കൊല്ലത്തും തിരുവനന്തപുരത്തും കാസർഗോഡും കണ്ണൂരും ഒക്കെ ഉള്ള ജനങ്ങളുടെ വിധി എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കും. കേരളം ഏരിയയേ ഉള്ളൂ. അതായത് തമിഴ്നാടിന്റെ 2 ജില്ലകൾ ചേർത്ത് വെച്ചാല്, അല്ലെങ്കിൽ കർണാടകത്തിന്റെ പണ്ടത്തെ ദക്ഷിണ കന്നഡ ജില്ല ഒരു ജില്ലയായിരുന്നു, സൗത്ത് കാനറ ഡിസ്ട്രിക്ട്. ആ ഡിസ്ട്രിക്റ്റിന്റെ വലിപ്പമേ ഉള്ളൂ നമ്മുടെ കേരളം. അപ്പോ ഇത് ഈ ആളുകൾക്ക് മുഴുവനും സാംക്രമിക രോഗം ബാധിച്ച് മരിക്കുന്ന ഒരവസ്ഥ. അവരുടെ ദുരന്തം ഒന്ന് ആലോചിച്ച് നോക്ക്. ശരിക്കും പറഞ്ഞാൽ നരകിച്ചുള്ള ഒരു മരണമാണ്. വെറുതെ അവർ മരിച്ചു പോകല്ല, നരകിച്ചുള്ള ഒരു മരണമായിരിക്കും ബാക്കിയുള്ള ജില്ലക്കാർക്ക് വരുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കിട്ടുമോ? ഖജനാവിൽ പൈസ വരുമോ? അപ്പൊ ഇതൊരു സമ്പൂർണമായ കേരളത്തിന്റെ, മലയാളത്തിന്റെ നാശമാണ്. ഭാഷ, സംസ്കാരം, സകലതിന്റെയും നാശമാണ്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് മാറ്റാൻ പറ്റും, നമുക്കിത് പ്രതിരോധിക്കാൻ പറ്റും. അതിപ്പോ ചെയ്യണം. ഇപ്പോന്ന് വെച്ചാൽ നാളെയല്ല, എന്നെ കേൾക്കുന്ന ഈ നിമിഷത്തിൽ ഇവിടുത്തെ സർക്കാരുകളും സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിച്ച് ഇന്ന് തന്നെ ഇതിനുള്ള ഒരു പരിഹാരം ഉണ്ടാക്കേണ്ട അതിതീവ്രമായ ഒരു അവസ്ഥയിലാണെന്ന് കേരളം എന്നുള്ളത് സംശയമില്ല കാര്യത്തിൽ. അതല്ല, ഇപ്പൊ ഭൂകമ്പം കൂടി വരുന്നു, അത് വേറൊരു പ്രശ്നമാണ്. ഈ ഡെർണയിലും ബാൻഗിയാവോ ഡാമിന്റെ താഴ്വരകളിൽ നിന്നൊരു ഭൂകമ്പ സാധ്യതയില്ല, അവിടെ ഭൂകമ്പം ഉണ്ടായിട്ടില്ല. കേരളം 2011 മുതൽ റിപ്പീറ്റഡ് ആയിട്ട് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു. ഈ 1 മാസം മുമ്പ് കോട്ടയത്ത് മുഴക്കമുണ്ടായി, തൃശ്ശൂരും മുഴക്കമുണ്ടായി. അപ്പൊ ഇതിന്റെ വേരിയേഷൻസ് ഉണ്ട്. റിക്ടർ സ്കെയിലില് 2 മാഗ്നിറ്റ്യൂഡ് തുടങ്ങിയത് പിന്നീട് കൂടി വന്നു, പിന്നെ കുറഞ്ഞു പോയി, പിന്നെയും കൂടി വന്നു 3.4 ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ചെന്നൈ കടലില് 5.1 വരുന്ന ഭൂകമ്പം ഉണ്ടായി. ചെന്നൈ കടൽ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ വിസ്തൃതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വളരെ അടുത്താണ്, അല്ല ദൂരമൊന്നുമില്ല. അത്ര വലിയ ഒരു ഗോളാണല്ലോ ഭൂമി. അവിടെ 5.1 മാഗ്നിറ്റ്യൂഡ് വരുന്ന ഭൂകമ്പം ഉണ്ടായത് കടലിലായതുകൊണ്ട് ചെന്നൈ നഗരവും കരയുമൊക്കെ രക്ഷപ്പെട്ടു പോയിന്നേ ഉള്ളൂ. അത് ഇവിടെയാണെങ്കിലോ, കേരളത്തിലാണ് സംഭവിച്ചെങ്കിലോ ഇതെല്ലാം തകർന്ന് നമ്മുടെ തലയിലേക്ക് വീഴത്തില്ലേ? ഇപ്പോ ഇടുക്കി ഡാം തന്നെ ഒരു 2 സെന്റിമീറ്റർ ചരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ടുണ്ട്. എനിക്കതിനെ കുറിച്ച്
വസ്തുനിഷ്ഠമായിട്ട് അറിയില്ല. അവിടുത്തെ എഞ്ചിനീയേഴ്സ് പറയുന്നതാണ് ആ ഡാം തന്നെ, അതായത് ആർച്ച് ഡാം തന്നെ 2 സെന്റിമീറ്റർ ചരിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അത് ഒരു അന്വേഷണം നടത്തിയാൽ അത് മനസ്സിലാവും. അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഒരു വീക്കസ്റ്റ് ഡാമാണല്ലോ കുളമാവ് ഡാം. കുളമാവ് ഡാമിന്റെ ഒക്കെ അവസ്ഥ എന്താണ്? അതൊക്കെ തള്ളിപ്പോകാനായിട്ട് ഇത്രയും മുല്ലപ്പെരിയാറിലെ വെള്ളത്തിന്റെ 15-1 വെള്ളം മതിയാവും കുളമാവ് ഡാം തള്ളിപ്പോകാനായിട്ട്. ഇതൊക്കെ ശാസ്ത്രമാണ്. അതായത് മുല്ലപ്പെരിയാർ ഡാമിലുള്ള 15 TMC വെള്ളത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. അത് കൈനറ്റിക് എനർജി ആകുമ്പോൾ എത്രയാണെന്നുള്ളത് അതും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോ ശാസ്ത്രം പറയുന്നത്, പഠന റിപ്പോർട്ടുകൾ പറയുന്ന ഒരുപാട് ഏജൻസികൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ എണ്ണി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആ ഏജൻസികളെല്ലാം പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹിരോഷിമയിൽ അമേരിക്ക ഇട്ട ബോംബിന്റെ 180 ടൈംസ് ആണെന്നുള്ളതാണ്. അപ്പൊ ചെറിയൊരു ഫോഴ്സ് മതി കുളമാവ് ഡാം താഴെ കിടക്കാൻ. അപ്പോ കേരളം ഇതൊക്കെ മാറ്റാം. കേരളത്തിലെ ഗവൺമെന്റുകൾ, കേരളത്തിലെ പ്രതിപക്ഷം, ഭരണ സംവിധാനങ്ങൾ വിചാരിച്ചാൽ സുപ്രീം കോടതിയിൽ എന്റെ കേസ് എന്താണ്? ഞാൻ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിച്ച് അതിന്റെ ഡേറ്റ് ഓഫ് ഡീകമ്മീഷനിങ് ഫിക്സ് ചെയ്യണമെന്നുള്ളതാണ്. ഇവിടെ എന്തും എത്ര നാൾ റിലയബിൾ ആണെന്ന് ലോകത്തിൽ പറയാൻ കഴിവുള്ള ശാസ്ത്രജ്ഞന്മാർ റിലയബിലിറ്റി സയന്റിസ്റ്റുകളാണ്. അതിന് കാനഡയിലെ 2 US-ലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെയും മേൽവിലാസം ഞാൻ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. കേരള സർക്കാർ എന്താ ചെയ്യേണ്ടത്? റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിച്ച് അതിന്റെ ഡേറ്റ് ഓഫ് ഡീകമ്മീഷനിങ് ഫിക്സ് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ലാന്ന് ഒരു വാക്ക് അവിടെ സുപ്രീം കോടതിയിൽ എഴുന്നേറ്റൊന്ന് പറയണം. അതിന്റെ നെസസറി എക്സ്പെൻസ് ഗവൺമെന്റ് ഓഫ് കേരള ബെയർ ചെയ്യുന്നതായിരിക്കും എന്നുകൂടി പറയണം. അതായത് 2 സെന്റൻസ് പറഞ്ഞ് ഒരു അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ ഇട്ടാൽ മുല്ലപ്പെരിയാർ പ്രശ്നം തീർന്നു. എന്താണ് ശ്രീ പിണറായി വിജയന് ഒരു തടസ്സം? എന്താണ് ഈ പ്രതിപക്ഷത്തിന് ഇത് ആവശ്യപ്പെടാനായിട്ട് തടസ്സം? പ്രതിപക്ഷത്തെ 140 MLA-മാരെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു MLA അവിടെ ഒരു പ്രമേയം അവതരിപ്പിക്കട്ടെ കേരള നിയമസഭയിൽ. സാധിച്ചു ഇവർക്ക് എന്താ പ്രശ്നം? എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്താണ് ഇവർക്ക് ധൈര്യമില്ലാത്തത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു MLA നിയമസഭയിൽ എഴുന്നേറ്റ് നിന്ന് മുല്ലപ്പെരിയാർ ഡാമിനെ ഈ അഡ്വക്കേറ്റ് റസ്സൽ ജോറി കൊടുത്തിരിക്കുന്ന കേസിനെ സപ്പോർട്ട് ചെയ്യണം, റിലയബിലിറ്റി സയന്റിസ്റ്റുകളാണ് ലോകത്തെ ഏറ്റവും പ്രഗത്ഭരായ സയന്റിസ്റ്റുകൾ, അവർ വന്ന് ഡാം പരിശോധിച്ചിട്ട് അതിന്റെ ചെലവ് കേരള ഗവൺമെന്റ് വഹിക്കണം എന്നുള്ള ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ആ പ്രമേയം പ്രസ് ചെയ്താൽ എന്ത് സംഭവിക്കും? അതൊരു തീരുമാനമുണ്ടാവും. എന്തുകൊണ്ട് ഒരു MLA ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ഒരു MP പാർലമെന്റിൽ ചെയ്യുന്നില്ല? പാർലമെന്റിൽ 20 MP-മാരുണ്ട്. മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചയെടുത്ത MP-മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് ഒച്ചയെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പാർലമെന്ററി പ്രൊസീജിയേഴ്സ് അനുസരിച്ച് പ്രമേയം, ഒരു അഡ്ജോൺമെന്റ് മോഷൻ അല്ലെങ്കിൽ ഒരു കോളിംഗ് ഇൻ മോഷൻ, എന്തെങ്കിലും ഒരു സംഭവം ഇവര് പാർലമെന്ററി ചട്ടങ്ങൾ അനുസരിച്ച് ചെയ്യാത്തത് എന്താണ്? 2 സെന്റൻസ് പറഞ്ഞ അഫിഡവിറ്റ് സുപ്രീം കോടതി ഇട്ടാൽ ഈ പ്രശ്നം തീർന്നു. ഇത് നാളെ തന്നെ വീഴാം. നാളെ തന്നെ കേസൊന്ന് അഡ്വാൻസ് ചെയ്തിട്ട് കേരള ഗവൺമെന്റിന് റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കുന്നതിന് വിരോധമില്ല. അതിന്റെ നെസസറി എക്സ്പെൻസ് ഗവൺമെന്റ് ഓഫ് കേരള ബെയർ ചെയ്യുന്നതായിരിക്കും. 2 സെന്റൻസ് മതി. എന്തുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം ഇത് ചെയ്യുന്നില്ല?